ദാ ഇതാണ് ഹീറോയിസം. കാള പെറ്റെന്ന് കേട്ടപ്പോൾ കയറെടുക്കാതെ എന്താണ് കാര്യമെന്ന് അന്വേഷിക്കാനാണ് ഗതാഗത മന്ത്രി കെ.ബി. ഗണേഷ് കുമാർ തയ്യാറായത്. അല്ലാതെ മേയറുടെയും എം.എൽ.എയുടെയും വലിപ്പം നോക്കി പാവം ഡ്രൈവർക്കെതിരെ നടപടിയെടുത്തില്ല. എന്താണ് ഇന്നലെ രാത്രി സംഭവിച്ചതെന്ന് ഡ്രൈവറോടോ മേയറോടോ എം.എൽ.എയോടോ പോലീസിനോടോ ചോദിച്ചില്ല. ഡ്രൈവറോട് ചോദിച്ചാൽ സ്വന്തം ജീവനക്കാരനെ സംരക്ഷിക്കാൻ വേണ്ടിയുള്ള നീക്കമാണെന്ന് വ്യാഖ്യാനിക്കപ്പെടും. മേയർ ആര്യ രാജേന്ദ്രനോട് ചോദിച്ചാൽ അവരുടെ ഭാഗം ന്യായീകരിക്കുന്നത് അംഗീകരിക്കേണ്ടി വരും. എം.എൽ.എ സച്ചിൻ ദേവിനോട് ചോദിച്ചാൽ നിയമസഭാ അംഗത്തിനെ സംരക്ഷിക്കേണ്ട ബാധ്യതയുണ്ടാകും. ഈ വിഷമസന്ധിയിലാണ് ഗണേഷ് കുമാർ വളരെ ബുദ്ധിപരമായ നീക്കം നടത്തിയത്. തൃശൂരിൽ നിന്നും തിരുവനന്തപുരത്തേക്ക് വന്ന സൂപ്പർ ഫാസ്റ്റ് ബസ്സിന് മുമ്പിലാണ് മേയറുടെയും ഭർത്താവ് എം.എൽ.എയുടെയും അഭ്യാസം നടന്നത്. ഇതിന്റെ യഥാർത്ഥ സംഭവം കണ്ടത് 12 പേരാണ്. തൃശൂരിൽ നിന്നും തിരുവനന്തപുരം വരെ റിസർവേഷനിൽ യാത്ര ചെയ്തവർ. സംഭവം തുടങ്ങുന്നത് മുതൽ പെരുവഴിയിൽ ഇറങ്ങി നിൽക്കേണ്ട ഗതികേടിന്റെ അവസാനം വരെയും ആ യാത്രക്കാരുണ്ടായിരുന്നു. അവരോടാണ് ഗണേഷ് കുമാർ കാര്യങ്ങൾ തിരക്കിയത്. റിസർവേഷൻ ചാർട്ട് KSRTCയിൽ നിന്നും വാങ്ങി ഓരോ യാത്രക്കാരനെയും നേരിട്ട് വിളിച്ച് കാര്യം തിരക്കുകയായിരുന്നു. ഓരോരുത്തരും നൽകിയത് ഒരേ മറുപടി തന്നെയായിരുന്നു. മേയറും സംഘവും മൊട കാണിച്ചതാണ്. ഡ്രൈവറെ പ്രകോപിപ്പിക്കുകയാണ് മേയർ ചെയ്തതെന്നും യാത്രക്കാർ പറഞ്ഞു. മാത്രമല്ല, തങ്ങൾ ബുക്ക് ചെയ്ത് നടത്തിയ യാത്ര പൂർത്തിയാക്കാനായില്ലെന്ന പരാതിയും ഉന്നയിച്ചിട്ടുണ്ട്. യാത്ര അവസാനിക്കാൻ കിലോമീറ്ററുകൾ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. എന്നിട്ടും തങ്ങളെ പെരുവഴിയിൽ ഇറക്കി വിടുകയാണ് എം.എൽ.എ സച്ചിൻ ദേവ് ചെയ്തതെന്നും യാത്രക്കാർ പരാതിയായി പറയുന്നു. എം.എൽ.എ ബസ്സിൽ കയറി വന്നാണ് യാത്രക്കാരെ ഇറക്കി വിട്ടത്. തുടർന്ന് കണ്ടക്ടർ സീറ്റിലിരുന്ന് കാലിന്മേൽ കാല് കയറ്റി വെച്ചാണ് ഉത്തരവിട്ടത്. എം.എൽ.എ ബസ്സിൽ കയറി വന്നാണ് യാത്രക്കാരെ ഇറക്കി വിട്ടത്. തുടർന്ന് കണ്ടക്ടർ സീറ്റിൽ വന്നിരുന്ന് കാലിന്മേൽ കാല് കയറ്റി വെച്ചാണ് ഉത്തരവ്. എല്ലാവരും ബസ്സിൽ നിന്ന് ഇറങ്ങിപ്പോകണമെന്നും ഈ ബസ് ഇനി അനങ്ങില്ലെന്നുമാണ് പറഞ്ഞത്. ഇത് മനസ്സിലാക്കിയ ഒരു വനിതാ പോലീസ് ഉദ്യോഗസ്ഥയാണ് ഡ്രൈവർക്ക് നല്ല ബുദ്ധി ഉപദേശിച്ചത്. വെറുതെ വാശി പിടിക്കാതെ മാപ്പ് പറഞ്ഞ് കേസിൽ നിന്ന് ഊരിപ്പോകാൻ. പക്ഷേ തെറ്റു ചെയ്യാതെ എങ്ങനെ മാപ്പ് പറയുമെന്ന് ഡ്രൈവറുടെ നിലപാട് മാറിയില്ല. മേയറിനും എം.എൽ.എക്കും കേസെടുക്കണമെന്നും പാഠം പഠിപ്പിക്കണമെന്നുമുള്ള വാശി. വനിതാ പോലീസ് ഉദ്യോഗസ്ഥയുടെ നിർബന്ധം വല്ലാതെ കൂടിയതോടെ മേയറെ ഫോണിൽ വിളിച്ച് ഒരു മാപ്പ് പറഞ്ഞു. എന്റെ ഭാഗത്തു നിന്നും എന്തെങ്കിലും തെറ്റ് സംഭവിച്ചിട്ടുണ്ടെങ്കിൽ മാപ്പ്. പക്ഷേ ഈ മാപ്പല്ല മേയർ കുട്ടിക്ക് വേണ്ടിയിരുന്നത്. തെറ്റ് സംഭവിച്ചിട്ടുണ്ടെങ്കിൽ എന്നല്ല, തെറ്റ് സംഭവിച്ചു, മാപ്പ് തരണം എന്ന് ചോദിക്കണമായിരുന്നുവെന്ന് മേയറുടെ മറുപടി. അങ്ങനെ ചോദിക്കാത്തത് കൊണ്ട് മാപ്പില്ല. കേസുമായി മുന്നോട്ട് പോകാനാണ് തീരുമാനമെന്ന് മേയർ പറഞ്ഞു. അതോടെ പോലീസ് കേസ് രജിസ്റ്റർ ചെയ്തു. ഒരു മാപ്പ് പറച്ചിലിൽ തീരേണ്ട സംഭവമാണ് പിന്നീടുണ്ടായ വലിയ വാർത്തയ്ക്ക് പിന്നിൽ. ഇതിന് കാരണക്കാരിയായത് മേയറാണ്. സംഭവം അറിഞ്ഞയുടൻ KSRTC വിജിലൻസ് വിഭാഗം എത്തി ഡ്രൈവറുടെ മൊഴിയെടുത്തു. പ്രതി പോലീസിന്റെ അടുത്ത് തന്നെ ഉണ്ടായിരുന്നതുകൊണ്ട് പിടിച്ചെടുത്ത ബസ് KSRTC വിജിലൻസ് വിഭാഗത്തിന് വിട്ടുകൊടുത്തു. 1 മണിയോടുകൂടി ബസ്സുമായി വിജിലൻസ് വിഭാഗം പോവുകയും ചെയ്തു. എന്നാൽ യദുവിനെ കൊണ്ടുപോകാൻ ആരും വന്നില്ല. ഇന്ന് രാവിലെയാണ് ദിവസവേതനക്കാരനെ സ്റ്റേഷൻ ജാമ്യത്തിൽ വിട്ടയക്കുന്നത്. തന്റെ ഡ്യൂട്ടി സമയത്ത് ഔദ്യോഗിക കൃത്യനിർവഹണം നടക്കുമ്പോൾ അതിനെ തടസ്സപ്പെടുത്തിയതിനും വാഹനത്തിനു മുന്നിൽ തടസ്സം സൃഷ്ടിച്ചതിനും യദു നൽകിയ പരാതി പോലീസ് ഇതുവരെ പരിഗണിച്ചില്ല എന്നത് കുറ്റകരമാണ്. എന്തുകൊണ്ടാണ് പോലീസ് ഈ പരാതിയിൽ നടപടിയെടുക്കാത്തത്? മേയറോ എം.എൽ.എയോ ഔദ്യോഗിക പരിപാടിയിലോ ഔദ്യോഗിക വാഹനത്തിലോ അല്ലായിരുന്നുവെന്നും യാത്രക്കാർ ചൂണ്ടിക്കാണിക്കുന്നുണ്ട്.